നമസ്കാരം. പോളിംഗ് കഴിഞ്ഞ് കളക്ഷൻ സെൻ്ററുകളിൽ ഏൽപ്പിക്കേണ്ട സാധനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ. സ്ക്രീനിൽ കാണുന്ന പോലെ കൺട്രോൾ യൂണിറ്റ്, ബാലറ്റ് യൂണിറ്റ്, VVPAT മെഷീൻ, അതുപോലെ തന്നെ VVPAT മെഷീൻ്റെ ബാറ്ററി പാക്ക് എന്നിവ തിരിച്ചേൽപ്പിക്കണം. ഇത്തവണ 6 മാസ്റ്റർ കവറുകളാണുള്ളത്. 3 വെള്ള നിറത്തിലുള്ള കവറുകളും ഒരു മഞ്ഞ നിറത്തിലുള്ള കവറും ഒരു ബ്രൗൺ കവർ, അവസാനത്തെ ബ്ലൂ കവർ. ഇവ ഓരോന്നിനെക്കുറിച്ചും നമുക്ക് കൃത്യമായി പഠിക്കാം. ആദ്യത്തെ കവർ EVM പേപ്പർ കവറുകളാണ്. വൈറ്റ് നിറത്തിലുള്ള കവറാണിത്. EVMൻ്റെ കൂടെ പോകുന്ന കവറുകൾ. രണ്ടാമത്തേത് സ്ക്രൂട്ടിനി കവറാണ്. അതും വെള്ള നിറത്തിലുള്ള കവർ. മൂന്നാമത്തേത് സ്റ്റാറ്റ്യൂട്ടറി കവറാണ്. ഇതിനകത്തുള്ള എല്ലാം സീൽഡ് ആയിരിക്കും, കവറും സീൽഡ് ആയിരിക്കും. വൈറ്റ് നിറത്തിലാണ് ഇതുണ്ടായിരിക്കുക. നാലാമത്തേത് മഞ്ഞ നിറത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി കവർ. അഞ്ചാമത്തേത് ഒരു ബ്രൗൺ കവറാണ്. ആറാമത്തേത് ഒരു ബ്ലൂ കവർ. ആദ്യ കവറിനകത്ത് 3 എൻവലപ്പുകളുണ്ട്. ഇവയിൽ 2 എണ്ണം അൺസീൽഡും 1 സീൽഡുമാണ്. മോക്ക് പോൾ സമയത്ത് കിട്ടിയ VVPAT സ്ലിപ്പുകൾ, ആ സ്ലിപ്പുകൾ അടങ്ങുന്ന ബ്ലാക്ക് എൻവലപ്പ് സീൽഡ് ആയിരിക്കും. അതുപോലെ 17C അക്കൗണ്ട് ഓഫ് വോട്ട്സ്, അത് അൺസീൽഡ് ആണ്. പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് റിപ്പോർട്ടിൻ്റെ 1, 2, 3 ഭാഗങ്ങൾ അൺസീൽഡായി ഉണ്ടായിരിക്കും. ഇവയിൽ നമുക്കറിയുന്ന പോലെ പാർട്ട് ഫസ്റ്റ് മോക്ക് പോൾ സർട്ടിഫിക്കറ്റും, സെക്കൻഡ് കൺട്രോൾ യൂണിറ്റിൻ്റെ പവർ പാക്ക് ചേഞ്ച് ചെയ്യുമ്പോഴും, തേർഡ് ക്ലോഷർ ടൈമിലുള്ള റിപ്പോർട്ടാണ്. രണ്ടാമത്തെ വൈറ്റ് കവർ സ്ക്രൂട്ടിനി കവർ. അതിനകത്ത് 4 എൻവലപ്പുകൾ ഉണ്ടായിരിക്കും. ഈ 4 എൻവലപ്പുകളിൽ 1 സീൽഡും ബാക്കി 3 എണ്ണം അൺസീൽഡുമായിരിക്കും. രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് 17A ആണ് സീൽഡ് എൻവലപ്പ്. വിസിറ്റ് ഷീറ്റും പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറിയും സഹായിയെ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുന്ന അന്ധരും അവശരുമായ വോട്ടർമാരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഫോം നമ്പർ 14A, അതും അൺസീൽഡ് ആയിരിക്കും. മൂന്നാമത്തെ കവർ സ്റ്റാറ്റ്യൂട്ടറി കവർ ആണ്. ഈ സ്റ്റാറ്റ്യൂട്ടറി കവറിനകത്ത് ഉള്ള 5 എൻവലപ്പുകളും സീൽഡാണ്. ആദ്യത്തേത് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ടറൽ റോളാണ്. അതുപോലെ തന്നെ ക്ലാസിഫൈഡ് സർവീസ് വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതും അതുപോലുള്ളവയും. രണ്ടാമത്തേത് വോട്ടർ സ്ലിപ്പുകൾ അടങ്ങുന്ന എൻവലപ്പാണ്. മൂന്നാമത്തേത് അൺയൂസ്ഡ് ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സ് അടങ്ങുന്ന കവർ. നാലാമത്തേതാണെങ്കിൽ നമ്മൾ സപ്ലൈ ചെയ്ത, യൂസ് ചെയ്ത ടെൻഡേർഡ് ബാലറ്റ് പേപ്പേഴ്സ്, അതുപോലെ തന്നെ 17B ഫോം. അഞ്ചാമത്തേത് ഫോം നമ്പർ 14 ചലഞ്ച് വോട്ടിൻ്റെ വിവരങ്ങളാണ്. അടുത്തത് 4ാമത്തെ കവർ. അത് ഒരു മഞ്ഞ കവറാണ്. നോൺ സ്റ്റാറ്റ്യൂട്ടറി കവറാണത്. ഇതിനകത്ത് 11 എൻവലപ്പുകൾ ഉണ്ട്. മാർക്ക്ഡ് കോപ്പി അല്ലാത്ത മറ്റ് ഇലക്ടറൽ റോളുകൾ. പോളിംഗ് ഏജൻറ്റുമാർ കൊണ്ടുവരുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഓഫ് പോളിംഗ് ഏജൻറ്റ്സ് ഫോം നമ്പർ 10, അവ 2ാമത്തെ കവറിനകത്ത് ഇടേണ്ടതാണ്. ബൂത്തിൽ ചെയ്ത EDCയുടെ ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്സ്, അത് 3ാമത്തെ കവറിനകത്ത് ഇടണം. 4ാമത്തെ കവറിനകത്ത് പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡീക്ലറേഷൻസ് ആണ്. അതിൻ്റെ 4 പാർട്ടുകൾ അതിനകത്ത് വേണം. 5ാമതായി ചലഞ്ച് വോട്ട് ചെയ്യുമ്പോൾ ഉള്ള റെസീപ്റ്റ് ബുക്ക്, അത് 5ാമത്തെ കവറിനകത്താണ് വേണ്ടത്. 6ാമത്തെ കവറിനകത്ത് ഏജ് ഡിക്ലറേഷൻ ആണ്. 18 വയസ്സ് തികഞ്ഞോ എന്ന് സംശയമുള്ള കേസിനകത്താണത്. ആ ഡിക്ലറേഷൻ തന്നവരുടെ ലിസ്റ്റും ഡിക്ലറേഷൻ തരാത്തവരുടെ ലിസ്റ്റും അതിനകത്ത് അടക്കം ചെയ്യണം. 7ാമത്തെ കവറിനകത്ത് അൺയൂസ് ചെയ്ത, അതുപോലെ തന്നെ ഡാമേജ് ആയ പേപ്പർ സീലുകളും സ്പെഷ്യൽ ടാഗുകളുമാണ് അടക്കം ചെയ്യേണ്ടത്. 8ൽ അൺയൂസ്ഡ് വോട്ടർ സ്ലിപ്പുകളും. 9ൽ ടെസ്റ്റ് വോട്ട് ചെയ്യുമ്പോൾ വോട്ടർ നൽകിയ ഡീക്ലറേഷൻ ആണ്. ASD വോട്ടർ വന്നു കഴിഞ്ഞാൽ നൽകുന്ന ഡീക്ലറേഷനാണ് 10ൽ. ചലഞ്ച് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നൽകാനുള്ള കത്ത്,
അത് 11-ലാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ഈ കവറുകളിൽ ഏതെങ്കിലും ഒന്നും കൊടുക്കാൻ ഇല്ലെങ്കിലും നിൽ എന്നെഴുതി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെച്ച് സീൽ വെച്ച് കവറിനകത്തേക്ക് ഇടേണ്ടതാണ്. കവറുകൾ തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. ബ്രൗൺ കവറിലുള്ള 5-ാമത്തെ മാസ്റ്റർ കവറിനകത്തുള്ള ആദ്യത്തെ കവറിനകത്ത് ഹാൻഡ് ബുക്ക്, അതുപോലെ EVM മാനുവൽ തുടങ്ങിയ വസ്തുക്കൾ വെക്കേണ്ടതാണ്. മായ്ക്കാനാവാത്ത മഷിയുടെ ബാക്കി ഭാഗങ്ങൾ അത് 2-ാമത്തെ കവറിനകത്ത് വെക്കണം. 3-ാമത്തേത് സ്റ്റാമ്പ് പാഡ് വെക്കുവാനുള്ള കവറാണ്. അടുത്തത് നീല നിറത്തിലുള്ള അവസാനത്തെ മാസ്റ്റർ കവർ. അതിനകത്ത് കാൻഡിഡേറ്റ് ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ് വെക്കാം. അതുപോലെ തന്നെ അൺയൂസ്ഡ് ഫോംസ്, മെറ്റൽ സീൽസ് ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ, അതുപോലെ ആരോ ക്രോസ് മാർക്ക്, റബ്ബർ സ്റ്റാമ്പ്, അതുപോലെ കപ്പ് തുടങ്ങിയ വസ്തുക്കൾ വെക്കാവുന്നതാണ്. അതുപോലെ AROയുടെ ടേബിളിലേക്കായി 17C മറ്റൊരു കോപ്പിയും പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയുടെ ഒരു കോപ്പിയും വെക്കണം. അതുപോലെ തന്നെ വോട്ടേഴ്സ് ടേൺ ഔട്ട്, ടോട്ടൽ ഫീമെയിൽ മെയിൽ വോട്ടേഴ്സിൻ്റെ കണക്ക് കോരുന്ന PS05 അതും വെക്കേണ്ടതാണ്. അതുപോലെ മൈക്രോ ഒബ്സർവർക്ക് നമ്മൾ നൽകുന്ന 16 പോയിൻ്റ് റിപ്പോർട്ട്, അതിൻ്റെ ഒരു കോപ്പി AROയുടെ ടേബിളിലേക്ക് നൽകേണ്ടതാണ്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും വളരെ എളുപ്പത്തിൽ കളക്ഷൻ സെൻറ്ററുകളിൽ ഈ സാധനങ്ങളൊക്കെ ഏൽപ്പിച്ച് ഡ്യൂട്ടിയിൽ നിന്നും നിങ്ങൾക്ക് ഒഴിവാകാവുന്നതാണ്. എല്ലാവർക്കും ഒരു നല്ല പോളിംഗ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.